ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഒരു യുദ്ധപ്രതാപൻ അവസാനം നമ്മുടെ പാറുവിനോടും അതുപോലെ തന്നെ പാറുവിന്റെ അച്ഛനോടൊക്കെ മാപ്പ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും പാറുവിന് സന്തോഷമാവുന്നുണ്ട്. ശേഷം പാറും അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി തന്നെ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കാണ്. ഉത്സവമൊക്കെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പാറു എല്ലാവരുടെയും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പാറു അച്ഛനടുത്ത് അമ്മയടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സമാധാനമായമേ, ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി 3 വർഷം അടുപ്പിച്ച് കലശം എടുക്കണമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം എനിക്കത് ചെയ്യാൻ സാധിച്ചു. 3ാമത്തെ പ്രാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറുകെ വന്നെങ്കിൽ പോലും അതൊക്കെ മാറി അവസാനം എല്ലാം ശുഭമായിട്ട് അവസാനിച്ചല്ലോ, സമാധാനായി. ഇനി എന്റെ ചേച്ചിയുടെ വിവാഹം നടക്കും, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വിവാഹം നടക്കും എന്നൊക്കെ പറയാണ്. അച്ഛനും അമ്മക്കും അതേ സന്തോഷാവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുവാട്ടോ അമ്മയെന്ന് പറയുമ്പോൾ, ഇന്ന് തന്നെ പോണം മോളെ, നാളെ പോയാ പോരെ? ഇല്ലമ്മേ, ഇന്ന് തന്നെ വന്നിട്ട് ഇപ്പൊ 5 ദിവസം കഴിഞ്ഞു. കൈലാസ് സാറിന് അവിടെ ഓഫീസിൽ തിരക്കണോ, പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കൈലാസ് സാർ ഭയങ്കര ടെൻഷനിലാണ്. പിന്നെ 5 ദിവസം ആയില്ലേ അമ്മ, എല്ലാവരും ഒന്ന് അടിച്ചു പൊളിച്ചില്ലേ, ഇനി ഞങ്ങൾ പോട്ടെ, വേറൊരു ദിവസം ഇനി വരാം എന്ന് പറയാണ്. അതുപോലത്തെ സൗന്ദര്യം ജയന്തിയൊക്കെ അമ്മയുടെ അച്ഛനടുത്ത് യാത്ര പറയാണ്. അതെ, അടുത്തൊരു പ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരാം, അത് ലക്ഷ്മിയേച്ചിയുടെ വിവാഹത്തിന് ആയിക്കോട്ടെ എന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുമ്പോ കൈലാസും പ്രിയനും പറയുന്നുണ്ട്, അതെ ലക്ഷ്മി ചേച്ചിയുടെ വിവാഹം വേഗം നടക്കണം, വിവാഹത്തിന് ഞങ്ങൾ ഒരാഴ്ച മുമ്പേ വരൂ കേട്ടോ അമ്മേ എന്ന് പറയണോ. അതിനെന്താ, 1 മാസം മുമ്പ് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുക്ത മനസ്സിൽ വിചാരിക്കണം, പിന്നെയോ ഒരു 2-3 ദിവസം പിടിച്ചു നിന്നത് എനിക്കറിയാം, ഭാഗ്യത്തിന് 5 ദിവസം ഇവിടെ വന്ന് നിന്നതിന് ഫലം ഉണ്ടായി. എന്നാലും കൈലാസ് തന്റെ പ്രണയം അവളോടും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാർക്കും പറഞ്ഞില്ലല്ലോ, അതന്നെ വലിയ സമാധാനം എന്ന് മുക്ത ഇങ്ങനെ വിചാരിക്കാണ്. അല്ല, മുക്ത എന്താ ആലോചിക്കണത് എന്ന് കൈലാസ് ചോദിക്കുമ്പോ, ഒന്നുമില്ല, ഇപ്പൊ പുറപ്പെട്ടാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് അവിടെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചതാണ്. അതെ, നമുക്ക് എന്തായാലും ഇറങ്ങാം എന്ന് പറയുമ്പോ തന്നെ കൈലാസിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരുവാട്ടോ. കൈലാസ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുകയാണ്. അത് കൈലാസിന്റെ അച്ഛനാണ് കേട്ടോ. കൈലാസിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോ, ഞാനിവിടെ പാർവതിയുടെ നാട്ടിലാണ്. കഴിഞ്ഞില്ലേ അവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊന്നും? കഴിഞ്ഞു വെച്ചാ ഇന്നലെ കഴിഞ്ഞു, പിന്നെ എന്താ നീ തിരിച്ചു വരാത്തത്? നോക്ക്, ഇപ്പൊ സമയം 10 മണിയായി. അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 4-4:30 ഇവിടെ എത്താൻ സാധിക്കും. നീ എന്തായാലും ആ സമയത്തിൽ ഇവിടെ എത്തിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വഴിക്ക് പോകും. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും ബോധമായിട്ടൊക്കെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം നിനക്കെന്താ, നീ ഉണ്ടാക്കിയ കമ്പനി അല്ലല്ലോ ഇത്, എന്റെ അച്ഛന്മാരായിട്ട് ഉണ്ടാക്കിയേക്കണതല്ലേ, നീ ഇതിന്റെ മേൽനോട്ടം വഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കമ്പനി നിന്റെ അശ്രദ്ധ മൂലം 1 സെക്കൻഡ് കൊണ്ട് ഇല്ലാതാവാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കൈലാസേ, വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നീ ഇവിടെ എത്തിയിരിക്കണം. അച്ഛാ, ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എത്തും അച്ഛാ. മുക്തയുണ്ടോ അടുത്ത്? ഇല്ല, അവൾ അപ്പുറത്താണ്. ശരി, എങ്കിൽ വൈകിട്ട് വരാം, കാണാം, ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. മുക്ത ചോദിക്കണ്ട്, ആരാ കൈലാസ് വിളിച്ചത്? ഡാഡി ആയിരുന്നു. ഓ, എന്താ അങ്കിള് പറഞ്ഞത്? ഒന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് നീ ആയിരിക്കുമല്ലേ? ഞാനെന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം? അല്ല, അങ്കിൾ എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചൊന്നുമില്ല, പക്ഷേ ഡാഡിയുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം പോലെ. എന്നോട് ഇതുവരെ ഡാഡി ഇതുപോലെ സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ടാ ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. അതെങ്ങനെ സംസാരിക്കാതിരിക്കും? 5-6 ദിവസമായി നീ പാർവതിയുടെ നാട്ടിൽ വന്നിട്ട്, അപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും കൈലാസ് പറഞ്ഞത്, അതെ, ഞാൻ മുമ്പ് പുറത്തൊക്കെ കറങ്ങാൻ പോകുമ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോകുമ്പോഴൊക്കെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോഴൊന്നും പ്രശ്നമില്ലാത്ത അച്ഛൻ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. കൈലാസ, ഇനി എന്റെ മെക്കെട്ട് കയറേണ്ട ഒരു ആവശ്യമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടാം. ഡാഡി ഇപ്പൊ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്, വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തണമെന്നാ പറഞ്ഞത്. ശരി, എങ്കിൽ നമുക്ക് പുറപ്പെടാം. ഇനിയിപ്പോ ഇവിടെ എന്തിനാ നിൽക്കണത്? കടിച്ചു തൂങ്ങി 5 ദിവസം നിന്നത് തന്നെ ശ്വാസം മുട്ട, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്ന് മുക്ത പറയുമ്പോഴേക്കും കൈലാസ് വേണ്ടല്ല, നീ എന്തിനാ ശ്വാസം മുട്ടിട്ട് ഇവിടെ നിൽക്കാൻ പോയത്? നിനക്ക് പോയിക്കൂടെയാണോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നിന്നെ ഞാൻ വണ്ടി കയറ്റി വിടാന്ന്. നീ എന്തിനാ കടിച്ചു തൂങ്ങി നിന്നത്? എന്തായാലും ഞങ്ങൾ 5 ദിവസം ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. ഉത്സവമായിട്ടും അതുപോലെ പാറിന്റെ വീട്ടിൽ അമ്മയുടെ അച്ഛന്റെ സ്നേഹം, ചേച്ചിയുടെ സ്നേഹം, അവിടുത്തെ നല്ല നല്ല ഭക്ഷണം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മായം ചേർത്ത ഭക്ഷണങ്ങൾ, നല്ലൊരു ഹോട്ടൽ പോലെ ശരിക്കും ഇല്ല. പക്ഷെ ഇവിടെ അമ്മയുടെ കൈപുണ്യം കൊണ്ടുണ്ടാക്കിയ നല്ല നാടൻ ഭക്ഷണങ്ങൾ, അവരുടെ പറമ്പിൽ തന്നെ ആയ പച്ചക്കറികൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചപ്പോ എന്തൊരു സുഖം എന്നറിയാവോ, എന്തൊരു സമാധാനം എന്നറിയാവോ. അപ്പൊ മുക്ത മനസ്സിലാക്കി, പിന്നെ ഈ 5-6 ദിവസം പച്ചക്കറി കഴിച്ചത് എനിക്കറിയാം. എന്താ മുക്ത വിചാരിച്ചത്? ഒന്നുമില്ല. മുക്തക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വാ ഏതായാലും വണ്ടിയിൽ കയറാം. അപ്പൊ അമ്മയും അച്ഛ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് കൈലാസ് പറയാണ്. ശരി മക്കളെ, പോയിട്ട് നല്ല രീതിയിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്ക്, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും, നിങ്ങളെല്ലാവരെയും ഞങ്ങൾ മിസ് ചെയ്യും. നിങ്ങൾ ഇവിടെ എത്രയും ദിവസം ഉണ്ടായപ്പോ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു. എന്തായാലും മക്കൾക്ക് എല്ലാവർക്കും സന്തോഷം എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ട്, എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് പറയാണ്.
കൈലാസം പ്രിയനൊക്കെ പറഞ്ഞു, അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ നോക്കിയത്, സന്തോഷത്തോടെ ഞങ്ങൾ ഇത്രയും ദിവസം നിന്നത്, എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. പ്രിയനാണെങ്കിൽ പാർവതിയത്ത് ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങോട്ട് പോണ സമയത്ത് പാട്ടും മേളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് എല്ലാവരും പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷെ പ്രിയൻ മാത്രം മിണ്ടുന്നില്ല. അതെല്ലാം തന്നെ പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പാർവതി നോക്കുമ്പോ പ്രിയൻ ബസ്സില് ഒരു മൂലക്കിരിക്കുകയാണ്, ആരോടും മിണ്ടുന്നില്ല. മോഹനൻ ചോദിക്കണ്ട, പ്രിയ നിനക്ക് എന്താ സംഭവിച്ചത്, നീ പെട്ടെന്ന് മൂഡ് ഔട്ട് ആയത്, ആകെ വിഷമം പോലെ, എന്തു പറ്റിയടാ എന്നോട് പറ എന്ന് പറയുമ്പോ ഒന്നുമില്ലടാ എന്ന് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർവതിക്കും ആകെ വിഷമം ഓട്ടോ. കാരണം പ്രിയൻ ഇത് എന്തു പറ്റി, ഇനി തന്റെ ഭാഗത്തുനിന്നോ തന്റെ അമ്മയുടെ ഭാഗത്തുനിന്നോ അച്ഛന്റെ ഭാഗത്തുനിന്നോ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കാണോ എന്തോ, ഇനി സുഖമില്ലേ എന്നൊക്കെ പാർവതി ഇങ്ങനെ വിചാരിക്കണം. അങ്ങനെ അവര് ബസ്സിൽ തിരിച്ച് അവിടെ വീട്ടിലേക്ക് ഹോസ്റ്റലിലേക്ക് എത്തുക കേട്ടോ. ഹോസ്റ്റൽ എത്തുമ്പോഴേക്കും കൈലാസ് പറഞ്ഞ, നിങ്ങളുടെ ഹോസ്റ്റൽ എത്തിയല്ലോ, നിങ്ങൾ ഇറങ്ങിക്കോ, അതിനുശേഷം ഞാൻ കമ്പനിയിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. പ്രിയനും മോഹനും ഞങ്ങൾ ഇവിടെ ഇറങ്ങാണ് സർ എന്ന് പറയാണ്. എങ്കിൽ ശരി എന്ന് പറയാണ്. അങ്ങനെ പ്രിയനും മോഹനും പാറുവും ജയന്തിയും സൗന്ദര്യം എല്ലാം മുക്തയൊക്കെ അവിടെ ഇറങ്ങാണ്. എല്ലാവരും പതുക്കെ മുമ്പിലേക്ക് നടന്നു പോണ സമയത്ത് പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും മോഹനും അവിടെ നിൽക്കാട്ടോ. മോഹൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്ന മോഹൻ അവിടെ നിന്ന് പോവാണ്. പാർവതി പ്രിയനോട് ചോദിക്കണ്ട, അല്ല പ്രിയൻ ചേട്ടന് എന്താ പറ്റിയത്, പ്രിയൻ ചേട്ടന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോ ആളെ പോലെ അല്ല, ഇപ്പൊ തിരിച്ചു വരുമ്പോ പ്രിയൻ ചേട്ടന് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കുറെ പ്രാവശ്യം ശ്രദ്ധിക്കുന്നത്, ഇന്നലെ വൈകുന്നേരം മുതൽ പ്രിയൻ ചേട്ടൻ എന്നോട് മിണ്ടുന്നേ ഇല്ല, സംസാരിക്കുന്നേ ഇല്ല, എന്തോ വല്ലാത്ത ദേഷ്യം പോലെ. ഞാൻ എന്തെങ്കിലും ചെയ്തോ പ്രിയൻ ചേട്ടനോട്? നീ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു പാറു. ഇല്ല, പിന്നെന്താ പ്രിയൻ ചേട്ടൻ ഇങ്ങനെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്റെ അച്ഛനോ അമ്മയോ ചേച്ചിയോ ഞാനോ എന്നിട്ട് തെറ്റായിട്ട് എന്തെങ്കിലും പ്രിയൻ ചേട്ടനോട് പറഞ്ഞു? ഒന്നുമില്ല. ഇനി പ്രിയന്റെ വരെ സുഖമില്ലായ്മയുണ്ടോ എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല പാറു, ചിലപ്പോ പനി ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പാർവതി പ്രിയനെ പനിയുണ്ടോന്ന് തൊട്ട് നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പ്രിയൻ പാർവതി അടുത്ത് വേണ്ട, തൊടണ്ട എന്ന രീതിയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിക്കാട്ടോ. പാർവതി ഇങ്ങനെ എന്താ പ്രിയൻ ചേട്ടൻ ചോദിക്കുമ്പോ ഒന്നുമില്ല, എനിക്ക് പനിയൊന്നുമില്ല പാർവതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അത് പാർവതിയുടെ കുറെ അകലം പാലിച്ചിട്ടാണ് പ്രിയൻ നിക്കണ കേട്ടോ. പാർവതിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും പ്രിയൻ ചേട്ടൻ എന്താ പറ്റിയെന്ന് ഇങ്ങനെ വിചാരിക്കാണ്. തിരിച്ച് വീട്ടിലെത്തിയ പ്രിയനാണെങ്കിൽ ആരോടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അമ്മയെ അനിയത്തൊക്കെ ചോദിക്കേണ്ട, എന്ത് പറ്റിയടാ, എന്താ നിനക്ക് പറ്റിയത്, അവിടെ വെച്ചിട്ട് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല അമ്മേ, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാനിനി ആ കമ്പനി പോണോന്ന് പോലും ആലോചിക്കുകയാണ്, എന്തു പറ്റിയടാ, എന്താ കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയാണ്. പ്രിയന്റെ മനസ്സിലാകെ കൈലാസ് പറഞ്ഞ കാര്യങ്ങളാട്ടോ. അതായത് താൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് പാർവതിനെയാണെന്നും പാർവതി ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും പാർവതി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും എന്നൊക്കെ കൈലാസ് പ്രിയനോട് മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രിയനാകെ വിഷമിച്ചിരിക്കുക കേട്ടോ. പ്രിയ മനസ്സ് വിചാരിക്കാണ്, അതെ കൈലാസ് സാർ തന്നെയാണ് അവളെ സ്നേഹിക്കേണ്ടത്, കൈലാസ് സാർ തന്നെയാണ് അതിനുള്ള യോഗ്യതയുള്ളത്. പാറും കൈലാസ് സാറും ഒന്നിക്കട്ടെ. ഈ ഗന്ധർവൻ അവളുടെ മനസ്സിന്നും ഓർമ്മയിന്നൊക്കെ മാഞ്ഞു പോട്ടെ. ഇനി ഒരിക്കലും പാർവതിയുടെ മുമ്പിലേക്ക് പോവരുത്. അഥവാ പോയാൽ തന്നെ അത് കൈലാസ് സാറിന്റെ ഭാര്യ ആവുമെന്ന പെൺകുട്ടിയാണ് എന്ന രീതി മാത്രം അവളെ തന്നെ കണ്ടാൽ മതി എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാട്ടോ പ്രിയൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.